നിർമ്മാതാക്കൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ കമ്മിറ്റ് ചെയ്ത പടത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്നും സാന്ദ്ര വെളിപ്പെടുത്തി. നിർമ്മാതാക്കൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ കമ്മിറ്റ് ചെയ്ത പടത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്നും സാന്ദ്ര വെളിപ്പെടുത്തി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സാന്ദ്ര. എന്റെ സിനിമയിൽ വർക്ക് ചെയ്തവരും ചെയ്യാത്തവരുമായ ഒരുപാട് താരങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളാണ് കൂടുതലും. സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതിൽ പുരുഷന്മാരാണ് കൂടുതലും മെസ്സേജ് അയച്ചത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് സാന്ദ്ര ചെയ്തതെന്നൊക്കെ പറഞ്ഞു. മെയിൻ സ്ട്രീം നടന്മാരടക്കം മെസ്സേജ് ചെയ്തു. അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. മാനസികമായി പിന്തുണ തരുന്നുണ്ടല്ലോ, അതിൽ സന്തോഷമേ ഉള്ളൂ. പറയാമോ എന്നറിയില്ല, പക്ഷെ പറയുകയാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. മമ്മൂക്കയുടെ മകൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ എന്നാണ് ചോദിച്ചത്. പ്രതികരിക്കരുത്, കേസുമായി മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും. എനിക്കിനി സിനിമയുമായി മുന്നോട്ട് പോകാനാകില്ല. ഈ നിർമ്മാതാക്കൾ എന്റെ സിനിമാ തിയേറ്ററിൽ ഇറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുക്കുക എന്ന് ചോദിച്ചു. ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെയൊന്നും താൻ ഇനിയൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്മാറി. എന്നെ ഇവിടെ തുടച്ചു മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞു. എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടെന്ന് തന്നെയല്ലേ സാന്ദ്ര പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.